പലപ്പോഴായി ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഉസ്താദേ, ഞങ്ങളുടെ ഈ താലിമാലയിലെ ഭർത്താവിൻ്റെ പേരെഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താലിമാല വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഉമ്മിച്ചൊന്നും സമ്മതിക്കൂല, താലിമാല വിൽക്കണത് കേടാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യമാണോ? താലിമാല വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണയം വെക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് പലതവണ ചോദിക്കാറുണ്ട്. അങ്ങനെ പണയം വെക്കാൻ താലിമാല കൊടുക്കാൻ പാടുണ്ടോ? 2 ദിവസം മുമ്പ് കണ്ടൊരു ചോദ്യമുണ്ട്. ഉസ്താദേ, ഞങ്ങൾ ഭാര്യമാരെ തെറി പറയാൻ ഭർത്താക്കന്മാർക്ക് പാടുണ്ടോ? അതായത് ഭർത്താവിന് ഞങ്ങളെ ചീത്ത വിളിക്കാനുള്ള അധികാരമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുമാത്രമല്ല, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഭാര്യയുടെ മുമ്പിൽ നിങ്ങൾ തോറ്റു കൊടുക്കണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഭാര്യയുടെ മുമ്പിൽ ഭർത്താക്കന്മാരെ നിങ്ങൾ തോറ്റു കൊടുക്കണം, ലൈഫ് സെറ്റാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്താലോ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെ ചോദ്യങ്ങളാണ് അല്ലേ? അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചിരിപ്പിച്ചൊരു ചോദ്യം, അതെ, ഭർത്താവിന് ഞങ്ങളെ തെറി പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ്. സംഗതി നമുക്ക് ചിരി തോന്നുന്നുവെങ്കിലും ആ സഹോദരിയുടെ ഒരു പ്രയാസം എത്രയായിരിക്കും, അവരുടെ കണ്ണുനീര് എത്രയായിരിക്കും അല്ലേ? അങ്ങനെ ചീത്ത വിളിക്കാൻ പാടുണ്ടോ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോയെന്നറിയാൻ പാടില്ല. ഒരു ചെറുക്കനിങ്ങനെ, അതായത് കല്യാണപ്പയ്യൻ കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു വീഡിയോ, നിങ്ങൾ കണ്ടില്ലേ? അത് ഒന്ന് കണ്ടു നോക്കിയേ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കല്യാണത്തിൻ്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് കാണിച്ചു കൂട്ടുന്ന സംഗതിയാണ്. ഞാൻ കരുതിയത് ഏതോ അമ്പലത്തിലെ ഉത്സവമാണെന്നാ. അല്ലെന്നേ, മുസ്ലിം ഉമ്മത്തിലെ കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന കല്യാണത്തിൻ്റെ പേരിൽ കാണിക്കുന്ന തറപ്പരിപാടികളാണിതൊക്കെ. ഇനി നിങ്ങൾ ഇങ്ങനെയെല്ലാം പേക്കൂത്തുകൾ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് കല്യാണം നടത്തിയാലും, ഏത് തങ്ങളുപ്പാപ്പ വന്ന് ദ്വാരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു വെച്ചോ എഴുതി വെച്ചോ സമാധാനം കിട്ടൂല കേട്ടോ. ഞങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് അള്ളാഹിനോട് തൗബ ചെയ്തോ, അള്ളാഹു കാരുണ്യവാനാണ്. അല്ലാതെ നിങ്ങൾ ആരെ കൊണ്ടെന്ന് ദ്വാരപ്പിച്ചാലും ഒരു സന്തോഷവും ഒരു സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടൂല. ഉറപ്പാണ്. കാരണം ഈ കല്യാണം എന്ന് പറഞ്ഞാൽ പടച്ചോനുള്ള ഇബാദത്താണ്, ആരാധനയാണ് ഇല്ലേ? നിസ്കാരമൊക്കെ പോലെ ഒരു ആരാധനയാണ്. ഈ ആരാധനയെ നമ്മൾ കളങ്കമാക്കിയാൽ അവിടെ എന്ത് ബറക്കത്തുണ്ടാകാനാ? ഏത് റഹ്മത്തിൻ്റെ മലക്കിറങ്ങാനാ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, മനസ്സിലായോ? അപ്പോൾ കല്യാണത്തെ വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പലപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്വാതന്ത്ര്യമില്ലാതായി പോകുന്നൊരു വിഭാഗമാണ് സ്ത്രീകളെന്ന് പറയണത് ഇല്ലേ? അതൊരു എന്തായാലും സംഭവിക്കണത് എന്താ? കാരണം സൂറത്ത് റൂമിൽ അള്ളാഹ് പറഞ്ഞു വമിൻ ആയാത്തിഹി. അത് ഇനി മക്കളെ കെട്ടിക്കാൻ പോണ എല്ലാ ഉമ്മമാരും കേൾക്കണം കേട്ടോ. പടച്ചോൻ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞത് വമിൻ ആയാത്തിഹി എന്നാണ് തുടങ്ങണത് തന്നെ. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പടച്ചോൻ്റെ ദൃഷ്ടാന്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കാണുമ്പോൾ അള്ളാഹിനെ ഓർമ്മ വരണം. വല്ലപ്പോഴും വീണ് കിട്ടാറുണ്ട് അങ്ങനെ ചില കല്യാണങ്ങൾ. അങ്ങനെ കാണുമ്പോൾ ആലിമീങ്ങളും സയ്യിദന്മാരും ഉസ്താദന്മാരും ഒരു തോന്നിയാസമില്ല. ആ പെൺകുട്ടിയെ തന്നെ അന്യ ആണുങ്ങൾ കാണൂല. എന്ത് റാഹത്താണ് അത് കാണുമ്പോൾ തന്നെ. അൽഹംദുലില്ലാ, പടച്ചോൻ ഓർമ്മ വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ നടക്കുന്ന കല്യാണങ്ങളിൽ നിങ്ങളുടെ മോളെയും മരുമോനെയും സ്റ്റേജിൽ നിർത്തിയിട്ട് എല്ലാവരുടെ മുമ്പിൽ നിർത്തി ഫോട്ടോ എടുപ്പിക്കാറില്ലേ? അന്യ ആണും പെണ്ണും ഒക്കെ അവിടെ കിടന്ന് തുള്ളാറില്ലേ ഇല്ലേ? തലേ ദിവസം രാത്രി ഹറാമായ പാട്ടുകൾ വെച്ച് എന്തെല്ലാം കൂത്തുകൾ അവിടെ നടത്താറുണ്ട്. അതായത് നല്ല പാട്ടുകൾ വെച്ചു നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ മാത്രം ഒരുമിച്ച് കൂടി കൈകൊട്ടി പാടുന്നതിനൊന്നും ഇസ്ലാം തെറ്റു പറയുന്നില്ല. അതൊന്നുമല്ല, അന്യ ആണും പെണ്ണും ഒരുമിച്ച് ചേർന്ന് ഹറാമായ പാട്ടുകളിട്ട് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നിട്ടുള്ള പരിപാടികളിൽ എവിടെ അള്ളാഹനെ ഓർക്കുക? അങ്ങനെ എന്നിട്ട് നിങ്ങൾ അങ്ങനെയുള്ള പേക്കൂത്തൊക്കെ കാണിച്ചിട്ട് ആരെ കൊണ്ടൊന്നും ദ്വാരപ്പിച്ചാലും. ഇപ്പം ഞാൻ ചില സ്ഥലത്ത് പെട്ടുപോകാറുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ബഹുമാന്യനായ പാണക്കാട് തങ്ങളാണ് നിക്കാഹ്, ഞാനാണ് പ്രസംഗം. അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞു, എൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് തങ്ങൾ എന്നോട് പറഞ്ഞു, ഇംദാദിയേ ഞാൻ പയ്യെ പോവാണ്, ട്രെയിനിന് സമയമായിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. കാരണം എനിക്കവിടെ ഒറ്റയടിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, എൻ്റെ കൂടെ വന്നവരൊക്കെ ഉണ്ട്.
അപ്പം തങ്ങളങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും സ്റ്റേജിൽ വെടിക്കെട്ട് തുടങ്ങി. എന്നാലോചിക്കുക, അവിടെ ആണും പെണ്ണും ഒക്കെ ഇപ്പോൾ ഒരു അറബിക് ഡാൻസ്, സൂഫി ഡാൻസ്, ഇന്നാലില്ല നല്ല മുട്ടമ്പടി കയ്യിലെടുക്കണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. എന്ത് സൂഫി ഡാൻസ്? സൂഫി എന്ന് പറഞ്ഞാൽ അള്ളാനെ അറിഞ്ഞ ഔലിയാക്കളെ പറയുന്ന പേരാണ്. അത് ഈ ആണും പെണ്ണും ഇങ്ങനെ അടുത്ത് കുലുക്കിയിട്ട് കിടന്ന് കാണിക്കണ സാധനമൊന്നുമല്ല സൂഫി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പേരിൽ പൈസ നശിപ്പിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. എടോ മക്കളെ, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഏത് തങ്ങളിപ്പാപ്പം എന്തുമായിരുന്നാലും ആ കല്യാണത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല കേട്ടോ. ഇനി വിഷയത്തിലേക്ക് വരാം. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഓതുന്ന ഒരായത്താണ്. നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം കേട്ടോ. അൻ ഹലക ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. എന്താ പറഞ്ഞത്? മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് പടച്ചോൻ ഇണയെ പടച്ചു എന്ന് പറഞ്ഞാൽ എന്താ? നീ മനുഷ്യനാണ്, നിന്നെപ്പോലൊരു മനുഷ്യനാണ് നിൻ്റെ കെട്ടിയോളും എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ ചിരിക്കാനും നിന്നെപ്പോലെ കരയാനും വേണ്ടി വന്ന നിന്നെപ്പോലെ വാശി പിടിക്കാനും നിന്നെപ്പോലെ ദേഷ്യപ്പെടാനും ഒക്കെ ആർക്കും പറ്റും, അവൾക്കും പറ്റും. അവളും മനുഷ്യനാണ്, അല്ലാണ്ട് നിൻ്റെ അടിമയൊന്നും അല്ലട മുത്തേ. മനസ്സിലായോ? നിൻ്റെ അടിമയൊന്നുമല്ല അവളും മനുഷ്യനാണ്. അവളെ മനുഷ്യനായി കാണുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നത്. മനസ്സിലായോ? മനുഷ്യനായി കാണണം. മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമ്പോൾ അവൾക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല, അവൾ മിണ്ടി പോകരുത്. അല്ല, നിന്നെപ്പോലെ അവൾക്കും ദേഷ്യപ്പെടാം. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് സ്വഹാബത്തിൻ്റെ കെട്ടിയോളൂ ഭാര്യമാർ തന്നെ. അപ്പോൾ സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ചില സംഗതികളുണ്ട്, അത് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം അതിലേക്ക്. അപ്പോൾ ഏതായാലും ഒരുപാട് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ് പലപ്പോഴും സ്ത്രീകൾ, അല്ലേ? അതായത് നമ്മുടെയൊക്കെ നാടുകളിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ണൂരുള്ളവരൊക്കെ കുറേ രക്ഷപ്പെടുന്നു തോന്നണം, അല്ലേ? എന്നാൽ നമ്മുടെയൊക്കെ നാടുകളിൽ കല്യാണം കഴിഞ്ഞ് ഒരു മറ്റൊരു കുടുംബത്തിലേക്ക് പറിച്ച് നടുകയാണ്. അവിടെ അന്യായ ഒരു ഉമ്മയാണ്, അന്യനായ വാപ്പയാണ്, അങ്ങനെ എല്ലാവരും അവൾക്ക് അത്രമേൽ അടുപ്പമില്ലാത്തവരാണ്. എന്നാൽ അവളാ വിശ്വസിച്ച് വരുന്നത് നീ ഒരുത്തനെ കരുതിയിട്ടാണ്, അല്ലേ? നിന്നെ ഒരുത്തനെ വിശ്വസിച്ചിട്ടാണ് ആ വരേണ്ടത്. നീ അവൾക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ എത്രമേൽ മോശമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉമ്മാടെ മോൻ കല്യാണം കഴിക്കരുത് കേട്ടോ. ഉമ്മാടെ മോൻ കല്യാണം കഴിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു മസ്ലഹത്തിന് പോയി. അവിടെ ചെന്ന സമയത്ത് ആ മോൻ എല്ലാ തോന്നിയാസം ചെയ്തിട്ടും ആ ഉമ്മ സപ്പോർട്ട് ചെയ്യണത് ആ മോനെയാണ്. എന്നാലും ഉമ്മാടെ മോൻ കല്യാണം കഴിക്കരുത്. ഉമ്മാടെ മോൻ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ നോക്കണ്ട, ഉമ്മാനെ വേണ്ടാന്ന് വെക്കണം എന്നൊന്നും അല്ലാട്ടെ ഈ പറയണത്. ഉമ്മാടെ മോൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അവൾക്കൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കണമെങ്കിലും ഉമ്മാനോട് അനുവാദം ചോദിക്കുന്നൊരവസ്ഥ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. ഈ ഉമ്മമാരെന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ കെട്ടിയോൻ നിങ്ങളുടെ അമ്മായിയമ്മേനോട് അനുവാദം ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഉടുപ്പ് മേടിച്ച് തരണമെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടാവോ? ഇതുപോലെ തന്നെയാണ് മക്കളെ കല്യാണം കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവരെ ഒന്ന് അയച്ചു വിടണം. നിങ്ങളുടെ മോനെയും കൊണ്ട് അവൾ പറന്നൊന്നും പോകില്ല. ഉമ്മമാർക്കൊക്കെ ഇപ്പോഴും ആ പഴയ ചിന്താഗതിയുണ്ട്, എൻ്റെ പിള്ളേനെ അവൾ തട്ടിക്കൊണ്ടുപോകുമോ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ ചിന്തയാണ് പലപ്പോഴും അമ്മായിയമ്മ പോരും മരുമോള് പോരും ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മരുമോളും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, കല്യാണം കഴിഞ്ഞ് ഞാൻ വന്ന ഉടനെ തന്നെ ഉമ്മയുടെ മോനെയും തട്ടിപ്പറിച്ച് പോവില്ല എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ അവിടെ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ആ ഉമ്മാനെ ഒന്ന് പൊക്കി പറയാം, ഉമ്മാനെ ഒന്ന് പുന്നാരിക്കുക. ഞാൻ പൊക്കിയാലൊന്നും ആ തള്ള നന്നാവില്ല. ആ പറച്ചിലോടുകൂടെ ജീവിതം തകർന്ന്. ഇതിൻ്റെ ഇടയിൽ ഇടങ്ങേറാവുന്നത് ആണുങ്ങളാ. ഇങ്ങനെ രണ്ട് വഞ്ചിയിൽ ഓരോ കാല് വെച്ചിട്ട് ഉമ്മ അങ്ങടും കെട്ടിയോളും ഇങ്ങടും, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കീറി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അപ്പം അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഉമ്മാനൊക്കെ നോക്കണം, എല്ലാം ശരി. പക്ഷെ ഉമ്മ എല്ലാം കെട്ടിയോക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കണേ ഉമ്മാനോട് ചോദിക്കണം എന്തിനാ? അവൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിന്നോട് ചോദിക്കേണ്ടി വന്നാൽ നീ ആ ഉമ്മാനോട് ചോദിക്കുക, അങ്ങനെ പറയരുത്. അവൾക്ക് വേണ്ട നീ കൊടുക്കണം. ഗൾഫിലുള്ള കുറേ ഭർത്താക്കന്മാരുണ്ട്, ഇവർ പൈസ ഉമ്മാടയിലേക്ക് മാത്രം അയച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഇവള് വിളിക്കുകയാണ്, ചിലർ പറയാറുണ്ട്, കമൻറ്റിൽ തന്നെ വായിച്ചിട്ടുണ്ട്, പക്ഷേ അതെ ഒരു പാഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, കെട്ടിയവനെ വിളിക്കുമ്പോൾ ഉമ്മാടയിൽ നിന്ന് പൈസ മേടിച്ചോ, ഉമ്മാരുടെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കണം, ഉമ്മ ഇങ്ങനെ ചോദിച്ചാൽ ഉമ്മ എനിക്കൊരു പാഡ് മേടിക്കാൻ പൈസ തന്നെ. പാഡൊന്നും വേണ്ട, അതൊന്നും കേടാണ്, ആ തുണി വെച്ചാൽ മതി എന്ന് പറയും. ഇന്നാലില്ല, എന്തൊരവസ്ഥയാണത്. എന്ത് കെട്ടിയവനാണ് നീയൊക്കെ? എന്ത് മനുഷ്യന്മാരാണ് ഇത്? ഉമ്മായൊക്കെ എന്ത് മനുഷ്യത്തിയാണ്? മനസ്സിലാവണില്ല. അങ്ങനൊന്നും ആവരുത് കേട്ടോ, ഭയങ്കര മോശമാണ്. അള്ളാൻ്റെ കോപമല്ലാണ്ട് കാരുണ്യത്തിൻ്റെ ഒരു നോട്ട വീട്ടിലേക്ക് ഉണ്ടാവില്ല. അത്ര വെറുക്കപ്പെട്ട വീടാണത്. അപ്പോൾ ഉമ്മാക്ക് കൊടുക്കണ്ടെന്നല്ല, ഉമ്മാക്ക് നീ കൊടുത്തോ. എന്നാൽ അതിൽ കുറച്ച് അവളുടെ ഒരു ഗൾഫിലാണെങ്കിൽ നീ ശ്രദ്ധിക്കണം എല്ലാവരും എങ്ങനെ ചിലവാക്കുന്നതെന്നൊക്കെ. പക്ഷേ അവൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ, അവളുടെ അത്യാവശ്യത്തിന് പോയി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാനും പാടില്ല. എന്നാൽ മൊത്തത്തിൽ എല്ലാവർക്കും കാഴ്ച കൊടുക്കാനും പാടില്ല. നിൻ്റെ ഇതൊരു പിടിപ്പും വേണം. മനസ്സിലായോ? അപ്പോൾ അവളെ ഒരു മനുഷ്യനായി പരിഗണിക്കണം. ആ പരിഗണന എപ്പോഴും ഉണ്ടാകണം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകലല്ല. അങ്ങനെ കുറേ സ്ത്രീകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കണത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. അതായത് ഭർത്താവിനൊരു പ്രയാസമൊക്കെ വരുമ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നത് പോലെയല്ല. ഒരു കാരണമില്ലാതെ വീട്ടിൽ മക്കളെപ്പോലും ശരിക്കും നോക്കാൻ പറ്റാതെ അത് അമ്മായിയമ്മേനെ അല്ലെങ്കിൽ അമ്മായിയപ്പനെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോകും. ആ മക്കൾ
വളരെ മോശമായിപ്പോവും. അത് അമ്മായിയപ്പനും മോശമായതുകൊണ്ടല്ല. ഈ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ നമ്മളെ ഇച്ചിരി ശിക്ഷണ നടപടിയിലൊക്കെ തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. പക്ഷേ അവർ വെല്ലുമായും ആയി കഴിയുമ്പോൾ നമ്മുടെ പേരക്കുട്ടികളോട് എങ്ങനെ പെരുമാറാം? പുന്നാരം കൂടുതലായിരിക്കും. 24 മണിക്കൂറും ടി വി കാണാൻ, 24 മണിക്കൂറും മൊബൈൽ കാണാൻ അവരനുവാദം കൊടുത്തേക്കാണ്. അവരൊന്ന് വഴക്ക് പറഞ്ഞ് പിള്ളേനോട് മിണ്ടരുതട്ടാ, പിള്ള കണ്ടോട്ടെ എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഉമ്മയുടെ ഇടപെടൽ, ഉമ്മ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? മക്കളെ നോക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ജോലിക്ക് പോലെ ഹറാമാണെന്നൊന്നും അല്ല ഞാൻ പറയണത്. അത്യാവശ്യങ്ങൾ വരുമ്പോൾ പോണം, അത് നിർബന്ധം തന്നെ. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ പോകേണ്ടി വരും. പക്ഷേ ഇതല്ല, ഒരു കാരണമില്ലാതെ എന്താ സംഭവിക്കണം എന്നറിയോ? നമ്മൾ ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും സൃഷ്ടിപ്പിൽ വ്യത്യസ്തതയുണ്ട്. പുരുഷനാണ് അർരിജാലു ഖവ്വാമൂന അല നിസാ, എല്ലാ ടെൻഷനും വഹിച്ച് കുടുംബം മൊത്തം നോക്കേണ്ടത് അവൻ്റെ ചുമതലയാണ്. നീ ജസ്റ്റ് പിള്ളേരെ നോക്കിയാൽ മതി എന്നാണ്. മനസ്സിലാവുണ്ടോ? അത് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ പിള്ളേരെ നോക്കൽ മാത്രമല്ല നടക്കുന്നത്, അതാണ് വിഷയം വരുന്നത്. അവിടെ ആരാ സഹായിക്കണത്? പരസ്പരം താങ്ങും തണലുമായി ഭർത്താവ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവണം. പിള്ളേരെ നോക്കലാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അത് ഏറ്റവും വലിയ പണിയാണ്. ഹൗസ് വൈഫ് എന്ന് പറയാനായിട്ട് പെണ്ണുങ്ങൾക്ക് അയ്യേ ഞാനിപ്പോൾ എങ്ങനെ ഹൗസ് വൈഫ്, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ജോലിക്ക് പോയിട്ട് ഏതോ ഒരുത്തൻ്റെ കീഴിൽ ജോലി ചെയ്ത് ടെൻഷനും പ്രഷറും ഒക്കെ തലയിൽ നിറഞ്ഞ് പിള്ളേരോട് സംസാരിക്കാൻ പറ്റാതെ, കെട്ടിയവനോട് സംസാരിക്കാൻ പറ്റാതെ ടെൻഷനും ഈഗോ കയറും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ സ്റ്റേബിളായി, ഞാനിപ്പോൾ ഒറ്റക്കൊക്കെ ജീവിക്കാനായി. ആ സാധനം വന്ന കുടുംബജീവൻ തരും, ഉറപ്പിച്ചോ. അതായത് ആൺ ഹോർമോണിലുള്ള സാധനമാണ് ഈഗോ ക്ലാഷ് എന്ന് പറയുന്ന സാധനം. അതിങ്ങനെ ആണുങ്ങളുടെ ഒരു സംഗതിയാണ് ഈഗോ അടിക്കൽ. അത് പെണ്ണിന് വന്നാൽ കുടുംബം തരും, ഉറപ്പാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ ആയി എന്നൊരു പെണ്ണിന് തോന്നി തുടങ്ങിയാൽ കുടുംബത്തിൻ്റെ താളം തെറ്റും. എഴുതി വെച്ചോ. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മളത് അനുഭവം കണ്ടു പറയുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബം നോക്കാനുള്ള അവക്കടയിൽ കെട്ടിയോക്കടയിൽ പൈസ ഉണ്ടെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടി അവളത് എടുക്കണ്ട. കാരണം എന്താ? ഉത്തരവാദിത്വം കെട്ടിയവനാണ്. പിന്നെ നീ ഇഷ്ടപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ നിനക്ക് നിർബന്ധം പോലുമില്ല. കാരണം നീ സേഫ് സോണിൽ ഇരുന്ന് മക്കളെ നോക്കിയാൽ മതി എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പം അത് എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, പിന്നീട് ഒരിക്കലും നമുക്ക് പറയാം. പിന്നെ പല ആളുകളും ചോദിച്ചു, ഉസ്താദ് ഈ മഹർ വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. മഹർ പണയം വെക്കാമോ എന്നാണ് ആദ്യം ചോദിച്ചത്. പണയം വെക്കാൻ, പലിശക്ക് പണയം വെക്കുന്ന പരിപാടിയാണെങ്കിൽ പറ്റൂല, അത് തനിച്ച ഹറാമാണ്. അത് മഹർ മാത്രമല്ല, ഒന്നും പറ്റൂല. ഇനി വിൽക്കാൻ പറ്റുമോ? വിൽക്കണതിന് ഒരു കുഴപ്പമില്ല. മഹറിൻ്റെ അവകാശി ആരാണ്? അതായത് നിക്കാഹ് കഴിഞ്ഞിട്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ആ മഹറിൻ്റെ ഉടമ ആരാണ്? ഭാര്യയാണ്. അവളുടെ അധീനതയിലുള്ളതാണ്. ശരിക്കും മഹർ എത്ര വേണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? കെട്ടിയോൻ്റെ വാപ്പായോ അല്ല, കെട്ടിയോളാണ്. പെണ്ണാണ് പറയേണ്ടത് എനിക്ക് ഇത്ര മഹർ വേണമെന്ന്. അങ്ങനെ മഹർ ചോദിക്കേണ്ട എത്ര പേരുണ്ട്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ മഹർ എത്രയാണെന്ന് അറിയണം എപ്പോഴാണ്? കല്യാണം കഴിഞ്ഞ് കഴുത്തുമ്മ കെട്ടാൻ വരുമ്പോഴാണ്. പിന്നെ താലി കെട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഇസ്ലാമിലില്ല. താലി കെട്ടൽ കുറേ പെണ്ണുങ്ങളും കൂടിയിരിക്കും, ചെക്കനെയും പെണ്ണിനെയും അതിൻ്റെ ഇടയിലിരുത്തിയിട്ട് അവർ കെട്ടിക്കോ. ഈ ഹിന്ദുക്കൾ കെട്ടിക്കൊടുക്കണ പോലെ കഴുത്തിലേക്ക് വെക്കുമ്പോൾ കെട്ടിയോൻ്റെ പെങ്ങൾ വന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ കുളത്തിട്ട് കൊടുക്കും. ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല. അങ്ങനെ താലികെട്ട് എന്ന് പറഞ്ഞ പരിപാടി ഇസ്ലാമിലില്ല. അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ഒറ്റക്കാകുമ്പോൾ കഴുത്തിൽ കെട്ടിക്കൊടുക്കേ, കാലിൽ കെട്ടിക്കൊടുക്കേ, എവിടെ വേണമെങ്കിലും കെട്ടിക്കൊടുത്തോ. ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെ നിങ്ങൾക്ക് കെട്ടാം. നിങ്ങളുടെ കയ്യിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചുള്ള ഈ കെട്ടിക്കൊടുക്കലും പിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊരു പാല് കുടിപ്പിക്കലും അതൊന്നും ഇസ്ലാമിൻ്റെ ചര്യല്ല. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ അമ്മായിമ്മ തന്നാൽ കുടിച്ചൊരു കുഴപ്പമില്ല. നാട്ടുകാരുടെ മുമ്പിൽ സ്റ്റേജിൽ വരുത്തിയിട്ട് ഈ പരിപാടിയൊക്കെ അതൊക്കെ ഇസ്ലാം വളരെ മോശമായിട്ട് കാണുന്നുണ്ട്. ഇസ്ലാം ഇതൊക്കെ ഒരു പവിത്രമായ സംഗതിയായിട്ടാണ് കാണുന്നത്. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഹറാമായ കൂടിക്കലരലുകളൊക്കെ വരുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ പിണക്കങ്ങളും ടെൻഷനുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ പിന്നെ കെട്ടിയോന് എടുത്തു പറിച്ചുകൊണ്ടുപോയി വിൽക്കാനൊന്നും പറ്റില്ല. മഹറാകട്ടെ, അവക്കടെ സ്വർണ്ണമാകട്ടെ, അവക്കടെ സ്വർണം അവക്കടെ വാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവക്കടേതാണ്. അത് അവൾ ഇഷ്ടപ്പെട്ട് തന്നാൽ മാത്രം പിടിച്ചു വലിച്ചുകൊണ്ട് പോകാനൊന്നും. ചില അമ്മായിമാരുണ്ട്, വരുമ്പോൾ തന്നെ ആ സ്വർണ്ണമൊക്കെ അങ്ങോട്ട് ഒരു തന്നേക്കും, അവളെ ഉമ്മ അലമാരിയിൽ വെച്ചോളാം. ഉമ്മ അലമാരിയിൽ വെക്കണമെങ്കിൽ ഉമ്മയുടെ കെട്ടിയോ മേടിച്ച് തരും, അല്ലാണ്ട് പിള്ളേരുടെ സ്വർണ്ണം എടുത്ത് വെക്കാൻ നിൽക്കരുത്. അങ്ങനത്തെ കുറേ ഉമ്മമാർ ഇന്നത്തെ കാലത്തുണ്ട്, പഴയ കാലത്ത് മാത്രമല്ല. എനിക്കറിയാം, അതുകൊണ്ടാണ് ഈ പറയേണ്ടത്. പല സഹോദരിമാരെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്വഭാവത്തിലേറ് കാണുന്നവരിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലാവേലം ആണ് ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെന്താണ്, ലോക്കറ്റിൽ പേരെഴുതാൻ പറ്റുമെന്നാണ്, ഭർത്താവിൻ്റെ പേര്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എഴുതാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഈ മുഹമ്മദ് എന്നൊക്കെ പേരെഴുതുമ്പോഴേ പിന്നെ അള്ളാഹുവിൻ്റെ പല പേരുകളുണ്ടല്ലോ, അങ്ങനെയുള്ള പേരുകൾ എഴുതുമ്പോൾ ഈ പേരുകളായിട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്തൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഏറ്റവും നല്ലതൊന്ന് പുറത്തൂരി വെച്ചിട്ട് ബാത്റൂമിൽ കയറലാണ്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഭർത്താവിൻ്റെ ഏത് പേര് എഴുതുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേര് ഒരുമിച്ച് എഴുതി അതൊരു ലവ് എംബ്ലോക്ക് ഇട്ടിട്ട് അങ്ങനെ ഒരു കുഴപ്പവും അതിൽ വരാനില്ല. ഓക്കെ, അപ്പോൾ ആ വിഷയമൊക്കെ മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം,
ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ സങ്കടം പറയാൻ വരികയാണ്. എന്താ സങ്കടം? മൂപ്പരുടെ കെട്ടിയോൾ 24 മണിക്കൂർ ഒച്ചപ്പാടും ബഹളാണ്, ഒരു സ്വൈര്യവും കൊടുക്കണില്ല. ഇത് പറയാൻ വേണ്ടി ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യൻ വരുമ്പോൾ ഉമർ റളിയല്ലാഹു വീടിൻ്റെ പുറത്തിങ്ങനെ ഇറങ്ങിയിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളം. ഉമർ റളിയല്ലാഹുവിൻ്റെ കെട്ടിയോൾ ഭയങ്കര ഒച്ചപ്പാടാണ്. ഉമർ തങ്ങൾ ഇങ്ങനെ പാവമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് പരാതി പറയാൻ വന്ന ആൾ ഇത് കേട്ടപ്പോൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ കൈകൊട്ടി ഇങ്ങനെ വിളിച്ചു, ഇവിടെ എന്താ പോണേ? അല്ലപ്പം ഞാൻ എൻ്റെ കെട്ടിയോളെ കുറിച്ചൊരു പരാതി പറയാൻ വന്നപ്പോൾ അതിലും വലുതാണ് ഞാൻ ഇവിടെ കാണുന്നത്, ഇനി എന്തുകൊണ്ട് പരാതി പറയാനാ? അപ്പോൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു പറഞ്ഞിരുന്നൊരു സംഗതിയുണ്ട്, മോനെ, നമുക്ക് അള്ളാഹു തന്ന സമ്മാനമാണ് നമ്മുടെ ഭാര്യമാരല്ലേ. 5 കാര്യങ്ങൾ അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് തോറ്റു കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ ഇടയ്ക്ക് ഭാര്യയുടെ മുമ്പിൽ തോൽക്കാൻ, ഭർത്താവിൻ്റെ മുമ്പിൽ തോൽക്കാൻ പരസ്പരം ഇടയ്ക്കിടയ്ക്ക് ഒരാളെങ്കിലും ഒന്ന് തോറ്റു കൊടുക്കണം. അങ്ങനെയല്ലേ ലൈഫ്? ഞാൻ ജയിക്കും, ഞാൻ തോക്കൂല, അങ്ങനെയല്ല. മനസ്സിലായോ? ആരെങ്കിലുമൊക്കെ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ഉമർ റളിയല്ലാഹു പറഞ്ഞു, 5 കാര്യങ്ങൾ എൻ്റെ ഭാര്യ ചെയ്തു തരുന്നുണ്ടോ? നീ തോറ്റു കൊടുത്തേക്ക് മോനെ, അതിലൊന്നും സംഭവിക്കാനില്ല. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഇന്ന ഹസിത്തുൻ ബൈനി വ ബൈനന്നാർ, എൻ്റെയും നരകത്തിൻ്റെ ഇടയിലുള്ള മറയാണ് എൻ്റെ പെണ്ണ്. അല്ലേ? നല്ല സ്വാലിഹായ ഒരു മനുഷ്യനാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഹറാമ് നോക്കുന്നതിൽ നിന്ന്, ഹറാമായ ഒരു പെണ്ണിലേക്ക് നോക്കുന്നതിൽ നിന്ന് തടയുന്നത് ആരാ? നിൻ്റെ ഭാര്യ. നിൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ നീ എന്തിനാ ഹറാമായ നോട്ടം നോക്കണത്? നിൻ്റെ മനസ്സിൽ ഹറാമായ ചിന്ത വരാതിരിക്കാൻ നിന്നെ സഹായിക്കുന്നത് നിൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഹറാമിൽ നിന്ന് നിന്നെ തടയുന്നോളാണ് നിൻ്റെ ഭാര്യയെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനാണ്, ഒന്ന് തോറ്റു കൊടുത്തേക്കൂടെ മുമ്പിൽ. അവൾ പറയാനുള്ളത് പറഞ്ഞോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തേത് ഇന്നഹ ഖാസിനത്തുൻ, അവളൊരു സെക്യൂരിറ്റിയാണ് മോനെ, സെക്യൂരിറ്റിയാണ്. അതായത് നിൻ്റെ സമ്പത്തും നിൻ്റെ മക്കളെയും ഒക്കെ അവൾ സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് ആ മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നത് അവളാണ്, നീയല്ലല്ലോ, നീ ജോലിക്ക് പോയല്ലേ. മനസ്സിലായോ? കുടുംബം നോക്കണത്, നിൻ്റെ വീട് നോക്കണത് ഒക്കെ അവളാണ്. അങ്ങനെയുള്ള അവൾ, അത് വമ്പം മഹത്വമാണ്. അങ്ങനെ ഭർത്താവിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? മനസ്സിലായോ? അപ്പം അങ്ങനെ അത്ര വലിയ ഭാരം ചുമക്കുന്ന അവൾ ഇച്ചിരി ഒച്ച എടുത്താൽ നീ ഒന്നും ഉണ്ടായിരുന്നു കൊടുക്കുക, സാരമില്ല, അതിങ്ങനെ നിർത്തിക്കോളും. ഒന്ന് ആ ഒച്ചപ്പാടുണ്ടാക്കണതിൻ്റെ ഇടയിൽ പോയിട്ട് മുത്തുമണിയെന്നൊന്ന് വിളിച്ചാൽ, ഒന്ന് പുന്നാരിച്ചാൽ, കടച്ചക്രമോളെ, മുത്തേ, പൊന്നെ എന്നൊക്കെ ഒന്ന് വിളിക്കുക, അല്ലേ? റസൂലുള്ളാഹിക്ക് വിളിക്കാം, നമുക്ക് വിളിക്കാൻ പറ്റൂല. റസൂലുള്ള വിളിച്ചെങ്ങനെയാ? ഹുമൈറാ, എൻ്റെ കൊച്ചു സുന്ദരി പെണ്ണേ. ആയിഷാബീനെ വിളിക്കാൻ, എൻ്റെ കൊച്ചു സുന്ദരി പെണ്ണേ. നിങ്ങളങ്ങനെ ഒന്ന് കെട്ടിയോളെ വിളിച്ചു നോക്കിയേ. ഒച്ചയൊക്കെ ഒന്ന് പോവായിക്കാൻ കാണുന്നത്, ഇങ്ങനെ തന്നെ പെണ്ണ് ഒന്ന് പോവായിക്കാൻ കാണും. അങ്ങനെ ആവും, നമ്മൾ ട്രൈ ചെയ്യാത്ത കുഴപ്പമാണ്. ഓക്കെ. മൂന്നാമത്തേത് ഇന്ന തഗ്സിലു സിയാബ്, എൻ്റെ വസ്ത്രം അവൾ കഴുകി തരാറുണ്ട്. പക്ഷെ അവൾക്കത് നിർബന്ധമൊന്നുമില്ല, ഇല്ലേ? അതായത് ഭർത്താവിൻ്റെ വസ്ത്രം കഴുകി കൊടുക്കാൻ ആർക്കും നിർബന്ധമില്ല, ഭാര്യയ്ക്ക് നിർബന്ധമില്ല. എന്നിട്ട് അവൾ ചെയ്തു തരുന്നില്ലേ നിനക്ക്, ഇല്ലേ? അത് അവൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാടാ. നിന്നെ ഇഷ്ടമാണ് അവൾക്ക്, അതുകൊണ്ടാണ്. ശരിക്കും ഇസ്ലാമിൽ ഇപ്പോൾ പെണ്ണ് പറയാം, എന്നെ കൊണ്ട് കഴുകാൻ പറ്റണില്ല, ഞാൻ നിങ്ങളുടെ ഡ്രസ്സ് അലക്കണമെങ്കിൽ എനിക്ക് ഒരു ഡ്രസ്സിന് 100 രൂപ വെച്ച് തന്നെ, അല്ല 1000 രൂപ വെച്ച് തന്നെ എന്ന് പറഞ്ഞാലും അവൾ അലക്കണമെങ്കിൽ നീ അത് കൊടുക്കണം. അല്ല അവൾ പറയണം എനിക്കൊരു വേലക്കാരിയെ വെച്ച് തന്നെ വെച്ച് കൊടുക്കണം, നിർബന്ധമാണത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവൾ നമുക്ക് ചേരുന്ന സേവനമാണ്. അങ്ങനെയൊക്കെ ചെയ്തു തരുന്ന പെണ്ണ് ഇച്ചിരി ഒച്ച എടുത്താൽ നീ ഒന്ന് കേട്ടിരിക്കേ, ഒന്ന് തോറ്റു കൊടുത്തേക്ക്, നീ വാശി പിടിക്കല്ലേ. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. നാലാമത്തത് എൻ്റെ മക്കളെ പ്രസവിച്ചവളാണ് അവൾ. അവൾക്ക് ഇത്തിരി ഒച്ചയെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അവൾ എടുത്തോട്ടെ, ഞാൻ കേട്ടോളാം, എനിക്ക് ചിരിയാണ് വരുന്നത്, അവൾ പറഞ്ഞോട്ടെ, ഞാൻ ചിരിച്ചിങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. ചില സമയത്ത് കെട്ടിയൊന്നും മിണ്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമല്ലോ, അല്ലേ? നമ്മൾ ഒച്ചയെടുത്തിട്ടും മിണ്ടണില്ലെങ്കിൽ ഇങ്ങനെ എന്താ ഒച്ചയെടുത്ത് നമ്മൾ വായിലിട്ട് കുത്തി വർത്താനം പറയിപ്പിക്കും. അതായത് ഈ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ എന്നെ പുരുഷന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്രസവമൊക്കെ കഴിയുമ്പോൾ വരുന്നൊരു സംഗതി തന്നെയാണത്. അത് ആ സമയത്ത് നിങ്ങൾ എന്തെല്ലാം ഫുഡ് കൊടുത്തിട്ടും കാര്യമില്ല, നിങ്ങളുടെ ഒരു കെയറിങ് ആണ് അവർക്ക് വേണ്ടത്. ചിലപ്പോൾ സ്വന്തം മരിക്കാൻ തോന്നും. ഇവരുടെ ദേഷ്യമൊക്കെ മക്കളുടെ മേലെ തീർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സഹിക്കാൻ വയ്യാതെ സ്വന്തം കുഞ്ഞിനെ കൊന്ന അമ്മമാരുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. അത്ര വലിയ മാനസിക നിലയിലേക്ക് അവർ വീണുപോകും. ആ സമയത്ത് നിങ്ങളൊന്ന് അവരെ ചേർത്ത് പിടിക്കണം. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, അങ്ങനെ നിൻ്റെ മക്കളെ പ്രസവിച്ചോളാണെങ്കിൽ ഒന്ന് തോറ്റു കൊടുത്തേക്കടാ, അവൾ കിടന്ന് ഒച്ചെടുത്തോട്ടെ. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തേത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൾ, ഇല്ലേ? അതും അവൾക്ക് നിർബന്ധമില്ല. ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അവൾ ഇച്ചിരി ഒച്ചെടുത്തോട്ടെ. അങ്ങനെ ഈ 5 കാര്യങ്ങൾ നിൻ്റെ ലൈഫിൽ അവൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നീ ഒന്ന് തോറ്റു കൊടുത്തേക്കെന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ പല ആളുകളുടെയും ജീവിതത്തിലെ പ്രശ്നം തീരാൻ ഈ സംഗതി പോലെ. ഇതുപോലെ പരസ്പരം ഭാര്യയും തിരിച്ചിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നിൻ്റെ കാര്യമൊക്കെ നോക്കണത് അവനാണ്. അപ്പോൾ ഇച്ചിരി ഒച്ചയൊക്കെ താത്തണം. പരസ്പരം അങ്ങനെ മനസ്സിലാക്കി ജീവിച്ച എന്ത് രസമായിരിക്കും, ഇല്ലേ? ഭക്ഷണമൊക്കെ അവൾ ഉണ്ടാക്കി തരുമ്പോൾ അടിപൊളി ഫുഡാട്ടോ, എന്ത് രസമാണ് എൻ്റെ മുത്തിൻ്റെ ഫുഡ്. ഓ,
ഇക്കാക്ക് ഇതുപോലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, ഹോട്ടലിൽ കിട്ടും ഇതുപോലെ. അത് കേൾക്കുമ്പോൾ ഞാനും എൻ്റെ ഉമ്മായും ഒക്കെ പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കണ ആളാ എന്നൊന്നും അല്ല പറയേണ്ടത്. അതങ്ങനെ മൂപ്പര് പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കണം. നിങ്ങളുടെ കഴിവല്ല, പടച്ചോൻ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ചിലപ്പോൾ ഇനി ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ലെങ്കിലും വെറുതെ പറഞ്ഞേക്കണം അടിപൊളി ഫുഡാട്ടാ. അപ്പോൾ അവൾ കഴിച്ച് നോക്കുമ്പോൾ പടച്ചോനയിൽ ഉപ്പില്ലല്ലോ, പിന്നെ മുതൽ കൂടുതൽ കൂടുതൽ ഭംഗിയാക്കാൻ അവൾ ശ്രമിക്കും. മനസ്സിലായി? ഇതൊരു സ്നേഹത്തിൻ്റെ സൈക്കോളജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 സാധനം നിങ്ങളുടെ ഭാര്യയിൽ നിന്നുണ്ടെങ്കിൽ ഒന്ന് തോറ്റു കൊടുത്തേക്കാൻ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ചെയ്യൂലേ? ചെയ്യണം. ഇന്നും അതൊരു കറക്റ്റാക്കണം. ലൈഫൊക്കെ സ്വഭാവൽ ഹെയർ കുട്ടികളൊക്കെ എല്ലാം അടിപൊളിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് തിരഞ്ഞെടുപ്പ് നടത്താം. 1000 രൂപ അറക്കാം നമുക്ക് പറയാം. ഇന്ന് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ജന്മത്തെ ബഹുമാനിക്കുന്നവർക്ക് ദീനിനെ ജീവൻ വെപ്പിച്ച ഹയാത്താക്കിയ പ്രതിഫലം ഉണ്ടെന്നാണ്. ആരാണത് പറഞ്ഞത്? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സിമ്പിളൊരു ചോദ്യം, ബാനത്ത് സുആദ് എന്ന മുത്തുനബിയുടെ മൗലിദ് ഉണ്ടാക്കിയ മുത്തുനബിയുടെ സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. പലരും പറയുന്നുണ്ട് ഉസ്താദേ ചിലപ്പോൾ അയച്ചിട്ട് പോകുന്നില്ല. ഒന്നിലൊരു QR കോഡ് ഉണ്ട്, 2 നമ്പറുണ്ട്, അയക്കുക. മനസ്സിലായ? നല്ല നിലക്ക് ഒരു അള്ളാഹുവിന് വേണ്ടി, ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ടല്ലേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്കല്ലേ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ അല്ലാഹ് ഉണ്ടാവൂലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്, എല്ലാ പ്രയാസങ്ങളും നീക്കണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ മക്കളെ നന്നാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തരണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.